പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു വെൽനസ് സെന്റർ. ആ മിസ്റ്റീരിയസ് വെൽനസ് സെന്ററിന്റെ ഡാർക്ക് സീക്രട്ടിനെ കുറിച്ച് അന്വേഷിച്ചിറങ്ങുന്ന നമ്മുടെ ഹീറോ അവസാനം എത്തിപ്പെടുന്നതോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളിലും. തുടക്കം മുതൽ അവസാനം വരെ ഓരോ സീനിലും മിസ്റ്ററി. 2016 പുറത്തിറങ്ങിയ ഹൊറർ മിസ്റ്ററി മൂവി എ ക്യൂർ ഫോർ വെൽനസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഹീറോ ലോക്ക്ഹാർട്ട്. വളരെ ആംബിഷ്യസും ഹാർഡ് വർക്കിംഗും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹീറോ. ഹീറോ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വർക്കിലെ പ്രശ്നങ്ങൾ കാരണം ഹീറോയുടെ അച്ഛൻ അവന്റെ മുന്നിൽ വെച്ച് സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. സോ അച്ഛന്റെ പോലെ തന്റെ ജീവിതവും ഒരു ഫെയിലിയർ ആവരുത് എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ന്യൂയോർക്കിലെ ഒരു വലിയ ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയിലാണ് ഹീറോ വർക്ക് ചെയ്യുന്നത്. അവരുടെ കമ്പനിയിലെ സിഇഒ ആയിട്ടുള്ള റോളണ്ട് പെംബ്രോക്ക് തന്റെ പൊസിഷനും സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് സ്വിറ്റ്സർലാൻഡിലുള്ള വെൽനസ് സെന്ററിൽ പോകുന്നു. താൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലെറ്ററിലൂടെ അറിയിക്കുന്നുണ്ട്. കമ്പനിയിൽ ഇപ്പോൾ ഒരു മെർജിംഗ് പ്രോസസ് നടക്കാൻ പോവാണ്. അതിലൂടെ ഈസ്റ്റേൺ സീബോർഡിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ട് അവരുടെ കമ്പനി മാറും. അതിന് അവർക്ക് സിഇഒ ആയിട്ടുള്ള പെംബ്രോക്കിന്റെ സൈൻ വേണം. മാത്രമല്ല ആ പ്രോസസ്സിന്റെ ഭാഗമായി ഓഡിറ്റിംഗ് നടന്നാൽ കമ്പനിയിൽ നടന്നിട്ടുള്ള ഫിനാൻഷ്യൽ തട്ടിപ്പുകളെല്ലാം പുറത്തു വരും. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പെംബ്രോക്കിന്റെ തലയിലിടാൻ ബോർഡ് മെമ്പേഴ്സ് തീരുമാനിക്കുന്നു. കാരണം ഇത്രയും സക്സസ് ആയിട്ടുള്ള ലൈഫും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമല്ലോ. പെംബ്രോക്കിനെ തിരിച്ച് ന്യൂയോർക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി ലോക്ക്ഹാർട്ടിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഹീറോ സ്വിറ്റ്സർലാൻഡിൽ എത്തുന്നു. സമ്പന്നരായിട്ടുള്ള വയസ്സായ ആളുകളാണ് ഈ വെൽനസ് സെന്ററിലേക്ക് വരാറുള്ളതെന്ന് ക്യാബ് ഡ്രൈവർ ഹീറോയോട് പറയുന്നു. ആ ഗ്രാമത്തിലെ ആളുകൾക്ക് വെൽനസ് സെന്ററിനെയും അവിടുത്തെ ആളുകളെയും അത്ര ഇഷ്ടമല്ലെന്ന് യാത്രയിൽ നിന്നും ഹീറോക്ക് മനസ്സിലാവുന്നു. അതിന് കാരണം വെൽനസ് സെന്ററിന് പുറകിലുള്ള ചരിത്രമാണെന്ന് ഡ്രൈവർ പറയുന്നു. 200 വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിലെ പ്രമാണിമാരായ ബാരോൺ ഫാമിലിയുടേതായിരുന്നു കുന്നിൻ മുകളിലെ ഇന്നത്തെ വെൽനസ് സെന്റർ. ബാരോണിന് സ്വന്തം ബ്ലഡ് ലൈനിൽ ഒരു കുഞ്ഞിനെ വേണമായിരുന്നു. അതിനുവേണ്ടി സ്വന്തം സഹോദരിയെ തന്നെ ബാരോൺ വിവാഹം കഴിക്കാണ്. വിവാഹ ദിവസം ആ നാട്ടിലെ ജനങ്ങൾ അവിടെ എത്തി ബാരോണിനെയും സിസ്റ്ററിനെയും ജീവനോടെ കത്തിക്കാണ്. ശേഷം ആ ഹോൾ പ്ലേസ് തന്നെ അവരെ തീയിട്ട് നശിപ്പിക്കുന്നു. അങ്ങനെ അവർ കുന്നിൻ മുകളിലെ വെൽനസ് സെന്ററിൽ എത്തുന്നു. അതൊരു സ്പാ പോലത്തെ സെറ്റപ്പാണ്. അവിടെ ട്രീറ്റ്മെന്റിന് എത്തിയിട്ടുള്ള ഒരുപാട് വയസ്സായിട്ടുള്ള ആളുകൾ. വിസിറ്റിംഗ് ടൈം കഴിഞ്ഞത് കാരണം പെംബ്രോക്കിനെ കാണാൻ ഹീറോയെ അവർ അനുവദിക്കുന്നില്ല. മറ്റൊരു വഴിയും ഇല്ലാത്തത് കാരണം അന്നത്തെ ദിവസം അവൻ തിരികെ മടങ്ങുകയാണ്. അപ്പോൾ സാനിറ്റോറിയത്തിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള പെൺകുട്ടിയെ ഹീറോ ശ്രദ്ധിക്കുന്നു. യാത്രക്കിടെ പെട്ടെന്ന് മുന്നിൽ ചാടിയ ഒരു മാനിനെ ഇടിച്ച് അവരുടെ കാർ ആക്സിഡന്റ് ആവാണ്. കണ്ണു തുറക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഉള്ളത് അതേ വെൽനസ് സെന്ററിലാണ്. 3 ദിവസമായി അവൻ അൺകോൺഷ്യസ് ആയിരുന്നുവെന്ന് വെൽനസ് സെന്ററിന്റെ ഡയറക്ടർ ആയിട്ടുള്ള വോൾമർ ഹീറോയോട് പറയുന്നു. അവന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഇനിയും റെസ്റ്റ് ആവശ്യമാണെന്നും ഈ കാര്യങ്ങളെല്ലാം ന്യൂയോർക്കിലുള്ള ഹീറോയുടെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും വോൾമർ പറയുന്നു. റിക്കവർ ആവുന്നതുവരെ അവിടെ സ്റ്റേ ചെയ്യാമെന്ന് ഹീറോയും സമ്മതിക്കാണ്. സാനിറ്റോറിയത്തിലെ ട്രീറ്റ്മെന്റിൽ മെയിനായിട്ടും വാട്ടർ തെറാപ്പിയാണ്. അതായത് പേഷ്യൻറ്റിനെ കൊണ്ട് ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നു, വെള്ളത്തിലുള്ള ഒരുപാട് എക്സസൈസസ്, വെള്ളത്തിൽ കിടത്തിയുള്ള പല ട്രീറ്റ്മെന്റ്സ്, അങ്ങനെ ഹീറോ പെംബ്രോക്കിനെ അന്വേഷിച്ചിറങ്ങാണ്. അവിടെ കണ്ട ഒരു നഴ്സിനോട് തനിക്ക് വഴി തെറ്റിപ്പോയെന്ന് പറയുന്നു. നഴ്സ് അവനോട് പേര് ചോദിക്കുമ്പോൾ റോളണ്ട് പെംബ്രോക്ക് എന്ന് പറയുന്നു. നഴ്സ് ലിസ്റ്റ് നോക്കിയിട്ട് റൂം നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഇപ്പോൾ സ്റ്റീം ബാത്തിന്റെ ടൈം ആണെന്ന് പറയുന്നു. ഹീറോ പെംബ്രോക്കിനെ കാണാനായി സ്റ്റീം ബാത്തിന്റെ സെക്ഷനിൽ പോവാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലം. അവിടേക്ക് കടന്നപ്പോൾ മുന്നോട്ടുള്ള വഴി കാണാനില്ല. മാത്രമല്ല അവൻ വന്ന വഴിയും ഇപ്പോൾ കാണുന്നില്ല. 4 പുറവും ചുമരും മാത്രം. ഹീറോ ആകെ കൺഫ്യൂസ്ഡ് ആവാണ്. പതിയെ അവിടെ മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു വരുന്നു. അതിലൂടെ ഒരു മാൻ നടന്നു പോകുകയാണ്. അങ്ങോട്ട് ഹീറോ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം അവന് തോന്നിയ ഒരു ഇല്യൂഷനാണ്. അവിടെ വെച്ച് ഹീറോ പെംബ്രോക്കിനെ മീറ്റ് ചെയ്യാണ്. കമ്പനിയുടെ സിറ്റുവേഷൻസ് എല്ലാം പറയുന്നു. കുറച്ച് ദിവസത്തിന് തൻ്റെ കൂടെ ന്യൂയോർക്കിലേക്ക് തിരിച്ചു വരണമെന്നും ആവശ്യപ്പെടുന്നു. കമ്പനിയിൽ നടന്ന തട്ടിപ്പെല്ലാം തൻ്റെ തലയിൽ വെച്ച് കെട്ടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പെംബ്രോക്കിന് അറിയാം. അത് തന്നെയാണ് പണ്ട് ഹീറോയുടെ അച്ഛനോട് അവർ ചെയ്തതെന്നും അദ്ദേഹം വളരെ ഹോണസ്റ്റ് ആയിരുന്നുവെന്നും പെംബ്രോക്ക് ഹീറോയോട് പറയാണ്. കമ്പനിയിൽ നടന്ന ഈ വലിയ ചതി കാരണമാണ് തൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്ന് ഹീറോക്ക് മനസ്സിലാവാണ്. ഹീറോ പെംബ്രോക്കിനെ കൺവിൻസ് ചെയ്ത് അവൻ്റെ കൂടെ വരാൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം തിരികെ പോകാൻ റെഡിയായ ഹീറോ റിസപ്ഷനിൽ വന്ന് അവന് പോവാൻ കാർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് പെംബ്രോക്കിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ വെച്ച് വിക്ടോറിയ എന്ന് പറയുന്ന ഓൾഡ് ലേഡിയെ അവൻ പരിചയപ്പെടുന്നു. സാനിറ്റോറിയത്തിന്റെ ഓൾഡ് ഹിസ്റ്ററിയെ കുറിച്ചെല്ലാം വിക്ടോറിയ ഹീറോക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം കണ്ട അതേ മിസ്റ്റീരിയസ് ഗേളിനെ ഹീറോ വീണ്ടും കാണുന്നത്. അവളുടെ പേര് ഹാന.
ഇത്രയും വയസ്സായ പേഷ്യൻസിന്റെ ഇടയിൽ അവൾ മാത്രമാണ് യങ് ആയിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഹീറോ ചോദിക്കുമ്പോൾ താൻ സ്പെഷ്യൽ കേസാണെന്നാണ് വോൾമർ പറഞ്ഞത് എന്ന് ഹാന പറയുന്നു. ഇവിടെ വന്നവരാരും ഇതുവരെ തിരിച്ചു പോയിട്ടില്ലെന്നും അവൾ പറയുന്നു. ഹീറോ തിരികെ റിസപ്ഷനിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെംബ്രോക്കിന്റെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ പെംബ്രോക്കും ഉണ്ടായിരുന്നില്ല. ഹീറോ നേരെ വോൾമറുടെ അടുത്ത് പോയി പെംബ്രോക്കിനെ പറ്റി അന്വേഷിക്കുമ്പോൾ പെംബ്രോക്കിന് പെട്ടെന്ന് വയ്യാതായെന്നും സോ അദ്ദേഹത്തിന് നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണെന്നും വോൾമർ ഹീറോയോട് പറയുന്നു. കഴിഞ്ഞ ദിവസം വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന ആൾക്ക് പെട്ടെന്ന് വയ്യാതായി എന്ന് കേൾക്കുമ്പോൾ ഹീറോക്ക് ഡൗട്ട് ആവാണ്. ഇവിടെ എന്തൊക്കെയോ മിസ്റ്റേക്സ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ഹീറോ വോൾമറോട് ചോദ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹീറോയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരികയാണ്. അവൻ അവിടെ അൺകോൺഷ്യസ് ആയി വീഴുന്നു. അവർ ഈ ഹീറോയ്ക്ക് ചില ടെസ്റ്റ് നടത്താണ്. അതിൽ നിന്നും അവന്റെ ഹെൽത്ത് ഇപ്പോൾ വളരെ വീക്കാണെന്നും വർക്കിന്റെ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയൊക്കെയാണ് അതിനുള്ള മെയിൻ റീസൺ എന്നും ഹീറോയ്ക്ക് സമ്മതമാണെങ്കിൽ പെംബ്രോക്കിന്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഹീറോയ്ക്കും അവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്നും വോൾമർ പറയുന്നു. ഹീറോയും അതിന് സമ്മതിക്കുന്നു. നഴ്സിനോട് ഹീറോയുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാൻ വോൾമർ പുറത്തു പോകാണ്. ആ നേരെ നോക്കി ഹീറോ പെംബ്രോക്കിന്റെ ഹെൽത്ത് റെക്കോർഡ് കണ്ടുപിടിച്ച് അത് അടിച്ചു മാറ്റാണ്. അങ്ങനെ ഹീറോക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. വലിയൊരു ടാങ്കിൽ വെള്ളം നിറച്ച് ഹീറോയിനെ കിടത്തുകയാണ്. ബ്രീത്തിങ്ങിനായിട്ട് ഓക്സിജൻ ട്യൂബ് ഉണ്ട്. ബോഡി ഡീറ്റോക്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് എന്നും ചിലപ്പോൾ പല ഇല്യൂഷൻസും വന്നേക്കാമെന്നും വോൾമർ പറയുന്നു. ഹീറോക്ക് പാസ്റ്റിൽ നടന്ന പല വിഷൻസും വരുന്നുണ്ട്. വെള്ളത്തിൽ എന്തോ ഉള്ളതായി ഫീൽ ചെയ്ത് ഹീറോ കണ്ണു തുറക്കുമ്പോൾ ഈൽസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം മീനുകൾ നിറയുള്ളതായി അവൻ കാണുന്നു. ടെൻഷനായി ടാങ്കിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഓക്സിജൻ ട്യൂബ് ആ മീനുകളുടെ ഇടയിലേക്ക് വീഴാണ്. ശ്വാസമെടുക്കാൻ കഴിയാതെ അവന്റെ ബോധം നഷ്ടപ്പെടുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവനെ പുറത്തെടുക്കുന്നു. വെള്ളത്തിൽ എന്തോ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടറോട് ഹീറോ പറയുന്നു. എന്നാൽ അവരെ നോക്കുമ്പോൾ അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹീറോക്ക് വന്ന ഒരു ഇല്യൂഷൻ ആയിരുന്നു അതെന്ന് ഡോക്ടർ ഹീറോയോട് പറയുന്നു. നെക്സ്റ്റ് ഡേ ഹീറോ വിക്ടോറിയയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ ബേരോണിനെയും അവന്റെ സിസ്റ്ററിനെയും കുറിച്ച് സംസാരിക്കുന്നു. ബേരോൺ അവന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചത് കൊണ്ടല്ല വില്ലേജസ് ഈ സ്ഥലത്തിന് തീയിട്ടത്. സിസ്റ്ററിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള മരുന്നിന് ബേരോൺ ആ നാട്ടിലെ ആൾക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ ശരീരത്തിൽ പല എക്സ്പെരിമെന്റ്സും ചെയ്തിരുന്നു. ശേഷം മിസ്സിംഗ് ആയ ആൾക്കാരുടെ ബോഡി വില്ലേജിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഉണങ്ങിയ രീതിയിൽ, അതായത് ഈജിപ്തിലെ മമ്മീസിന്റെ ഒക്കെ രൂപത്തിൽ വില്ലേജസ് കണ്ടെത്താണ്. അതുകൊണ്ടാണ് വില്ലേജസ് ഇവിടെ തീയിട്ടതെന്ന് വിക്ടോറിയ ഹീറോയോട് പറയാണ്. വിക്ടോറിയ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവാണ്. അതേസമയം ഹീറോ അവിടെ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ഹാനയെ കണ്ട് അവളുടെ അടുത്ത് പോകുന്നു. തന്നെ സൈക്കിളിൽ ടൗണിൽ എത്തിക്കുമോ എന്ന് ഹീറോ ഹനയോട് ചോദിക്കാണ്. അതിന് പകരമായി ഹീറോയുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു ബാലറീന ഡോൾ ഹന്നയ്ക്ക് അവൻ കൊടുക്കുന്നു. അങ്ങനെ അവർ ടൗണിലുള്ള ഒരു ബാറിലെത്താണ്. ഇത്രയും കാലം സാനിറ്റോറിയത്തിനകത്ത് മാത്രം ജീവിച്ച ഹന്നയ്ക്ക് പുറം ലോകത്തെ കാഴ്ചകളെല്ലാം കൗതുകം തോന്നാണ്. ഹന്നയുടെ അടുത്തുണ്ടായിരുന്ന വയാൽ ഹീറോ ശ്രദ്ധിക്കുന്നു. ഇതേ വയാൽ തൻ്റെ വോൾമറുടെ അടുത്തും ഹീറോ കണ്ടിട്ടുണ്ട്. അത് വൈറ്റമിൻസ് ആണെന്നാണ് അവർ പറയുന്നത്. ഹന്നയെ അവിടെ ഇരുത്തി ഹീറോ അവിടെ ഉണ്ടായിരുന്ന മൃഗഡോക്ടറെ കാണാൻ ചെല്ലുന്നു. അവിടെ അടുത്തെങ്ങും മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പെംബ്രോക്കിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് ഹീറോ മൃഗഡോക്ടറെ കാണിക്കുന്നു. പെംബ്രോക്കിന് ക്രോണിക് ഡീഹൈഡ്രേഷൻ ഉണ്ട്. അത് കാരണം പെംബ്രോക്കിന്റെ പല്ലുകൾ പറഞ്ഞു പോരാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. അത്രമാത്രം മോശമാണ് പെംബ്രോക്കിന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് ഡോക്ടർ ഹീറോയോട് പറയാണ്. സാനിറ്റോറിയത്തിൽ പേഷ്യൻസിനെ കൊണ്ട് ഒരുപാട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ വരുന്നതെന്ന് ഹീറോക്ക് സംശയം വരികയാണ്. 200 വർഷം മുമ്പുണ്ടായിരുന്ന ബേരോണിന്റെ എക്സ്പെരിമെന്റിനും ഇപ്പോഴത്തെ വെൽനസ് സെന്ററിലെ ട്രീറ്റ്മെന്റിനും എന്തൊക്കെയോ കണക്ഷൻ ഉള്ളതായി ഹീറോക്ക് തോന്നുന്നു. ബേരോണിന്റെ സിസ്റ്ററിന് അസുഖമായിരുന്നില്ല. അവര് ഇൻഫെർട്ടൈൽ ആയിരുന്നു. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിരുന്നു ബേരോണിന്റെ എക്സ്പെരിമെന്റ്സ് എന്ന് ഡോക്ടർ ഹീറോയോട് പറയുന്നു. ഡോക്ടർ അവിടെ ഒരു ഗർഭിണിയായ പശുവിനെ ട്രീറ്റ് ചെയ്യായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അത് ഡ്രെയിനേജ് വാട്ടർ കുടിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ അവസ്ഥ വളരെ മോശമാണ്. സോ ഡോക്ടർ അതിന്റെ വയറ് കീറി പശുവിനെ കൊല്ലാണ്. അതിന്റെ വയറ്റിൽ നിന്നും സാനിറ്റോറിയത്തിലെ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഹീറോ കണ്ടതുപോലുള്ള ഈൽസ് മീനുകളെ കാണുന്നു. അതിന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനും അതിമീനുകൾ ഉണ്ടായിരുന്നു. ഹീറോ ന്യൂയോർക്കിലെ തന്റെ ഓഫീസിൽ വിളിച്ച് പെംബ്രോക്കിന് എന്തെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നു. പെംബ്രോക്കിന് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ ഹെൽത്തി ആയിരുന്നു എന്ന് അവർ പറയുന്നു. അതുമാത്രമല്ല ഹീറോക്ക് ആക്സിഡന്റ് ഉണ്ടായ കാര്യം അവന്റെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഹീറോക്ക് മനസ്സിലാവാണ്. അപ്പോൾ ആക്സിഡന്റിന്റെ കാര്യം ഓഫീസിൽ അറിയിച്ചു എന്ന് വോൾമർ ഹീറോയോട് കള്ളം പറയുകയായിരുന്നു. ഇതേ സമയം ഹന്നയെ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ശല്യം ചെയ്യാണ്.
അത് തടയാൻ ശ്രമിക്കുന്ന ഹീറോയുമായി അവൻ തർക്കം ഉണ്ടാക്കുന്നു. അവർ തമ്മിൽ അടിപിടിയാവുന്നു. അപ്പോൾ വോൾമർ അങ്ങോട്ടേക്ക് എത്താണ്. വോൾമറെ കണ്ടതും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഒന്ന് പേടിക്കുന്നുണ്ട്. വോൾമർ ഹന്നിയെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നു. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹീറോയും അവരുടെ കൂടെ തിരിച്ചു പോവാണ്. രാത്രി വളരെ വിയേർഡായിട്ടുള്ള ഒരു ഡ്രീം കണ്ട് ഹീറോ ഞെട്ടി എഴുന്നേൽക്കാണ്. അവൻ്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോരുന്നുണ്ട്. പെംബ്രോക്കിന് സംഭവിച്ച അതേപോലെ തന്നെ ഹീറോയ്ക്കും ഡീഹൈഡ്രേഷൻ വന്നു തുടങ്ങിയിരിക്കുന്നു. നഴ്സിനോട് പല്ല് പോകുന്ന കാര്യം ചെന്ന് പറയുമ്പോൾ ആ പല്ലും വാങ്ങി നഴ്സ് ഹീറോക്ക് മരുന്നെടുക്കാനായി അകത്ത് പോവാണ്. ആ തക്ക നോക്കി ഹീറോ അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസ് ലിസ്റ്റ് നോക്കി പെംബ്രോക്ക് ഇപ്പോൾ ഉള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഹീറോ അവിടെ എത്തുന്നു. അവിടെ ആകെ ഉണങ്ങി ശോഷിച്ച രീതിയിൽ കിടക്കുന്ന വിക്ടോറിയനെ അവൻ കാണുന്നു. പെരോണിന്റെ വെഡിങ് ഡേ അവന്റെ സിസ്റ്റർ പ്രഗ്നന്റ് ആയിരുന്നുവെന്നും വില്ലേജസ് അവളുടെ വയറ് കീറി ഫീറ്റസിനെ സാനിറ്റേറിയത്തിനടിയിലുള്ള അക്യുഫയറിൽ എറിഞ്ഞുവെന്നും വിക്ടോറിയ ഹീറോയോട് പറയുന്നു. ആ കുട്ടി സർവൈവ് ചെയ്തു, ബട്ട് ആ കുട്ടിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും വിക്ടോറിയ കൂട്ടിച്ചേർത്തു. അവിടെ നിന്നും ഹീറോ മറ്റൊരു മുറിയിലെത്തുന്നു. അവിടെ വാട്ടർ ടാങ്ക്സിൽ ഒരുപാട് ബോഡീസ് ഇട്ട് വെച്ചിരിക്കുന്നത് ഹീറോ കാണുന്നു. അതിലൊന്നിൽ പെംബ്രോക്കിന്റെ ബോഡി ഉണ്ടായിരുന്നു. പെംബ്രോക്ക് മരിച്ചുപോയെന്ന് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാണ്. നിർഭാഗ്യവശാൽ ചെന്നുപെടുന്നത് വോൾമറിന്റെ മുന്നിലാണ്. റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഹീറോ എത്തിയതിനെക്കുറിച്ച് വോൾമർ ചോദിക്കുമ്പോൾ തന്റെ പല്ല് പറഞ്ഞു പോയതിനെ പറ്റി ഹീറോ പറയുന്നു. വോൾമർ ഹീറോയെ പരിശോധിക്കാനായി കൊണ്ടുപോകുന്നു. അവിടെ ഒരു ചെയറിൽ ഹീറോയെ അവർ ലോക്ക് ചെയ്യുന്നു. വോൾമറിന്റെ കയ്യിൽ നിന്നും ഹീറോ അടിച്ചു മാറ്റിയ പെംബ്രോക്കിന്റെ ഹെൽത്ത് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. താനെല്ലാം മനസ്സിലാക്കിയത് പെംബ്രോക്ക് കണ്ടുപിടിച്ചെന്ന് ഹീറോക്ക് മനസ്സിലായി. ഡോക്ടർ ഹീറോയുടെ ഒരു പല്ല് ഡ്രിൽ ചെയ്തെടുക്കുകയാണ്. അവനെ ഒന്ന് ത്രെട്ടൻ ചെയ്യാനാണ് അവരങ്ങനെ ചെയ്തത്. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ട ഹീറോ അവനെ കൊണ്ടുവന്ന അതേ ടാക്സിയിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. സാനിറ്റേറിയത്തിൽ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം ഹീറോ പോലീസിനോട് പറയാണ്. എല്ലാം കേട്ട ശേഷം ഹീറോയുടെ ഐഡന്റിറ്റി ഉറപ്പുവരുത്താനായി ഹീറോ കൊടുത്ത ന്യൂയോർക്കിലെ അവന്റെ ഓഫീസിൽ നമ്പറിലേക്ക് വിളിക്കാനാണെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്നും മാറിപ്പോകുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വയാൽ ഹീറോ ശ്രദ്ധിക്കുന്നത്. വോൾമറുടെ അടുത്തുള്ള അതേ വൈറ്റമിൻ വയാൽ. സോ പോലീസും വോൾമറുടെ ആളാണെന്ന് ഹീറോക്ക് മനസ്സിലാവുന്നു. അപ്പോഴേക്കും പോലീസ് അറിയിച്ചത് പ്രകാരം വോൾമർ അവിടെ എത്തുന്നു. ഹീറോ തന്റെ പേഷ്യന്റ് ആണെന്നും അവൻ മെന്റലി അൺസ്റ്റേബിൾ ആണെന്നും വോൾമർ പോലീസിനോട് പറയുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്നെ രോഗിയാക്കാൻ ശ്രമിക്കുകയാണ്. പെംബ്രോക്കിന്റെ ഡെഡ് ബോഡി ഞാൻ കണ്ടു എന്ന് ഹീറോ പറയുന്നു. അപ്പോൾ വോൾമറുടെ കൂടെ വന്ന പെംബ്രോക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. തന്റെ സമ്മതമില്ലാതെ നിർബന്ധപൂർവ്വം തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഹീറോ ശ്രമിക്കുന്നു എന്ന് പെംബ്രോക്ക് പോലീസിനോട് പറയുന്നു. പെംബ്രോക്കിനെ ജീവനോടെ കണ്ട സമയം ഹീറോ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. അങ്ങനെ ഹീറോ അവരുടെ കൂടെ തിരികെ വെൽനസ് സെന്ററിലേക്ക് പോകുന്നു. ബാക്കിയുള്ള പേഷ്യൻസിനെ പോലെ തന്നെ എല്ലാ ട്രീറ്റ്മെന്റ്സും ഹീറോ എടുക്കുന്നു. പതിയെ പതിയെ തനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു തുടങ്ങുകയാണ്. താൻ മടങ്ങി വരില്ലെന്ന് പറഞ്ഞ് പെംബ്രോ കമ്പനിയിലേക്ക് എഴുതിയ പോലുള്ള ഒരു ലെറ്റർ ഹീറോയും എഴുതാണ്. അപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നി ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് പൊട്ടിച്ച് അതുപയോഗിച്ച് അവൻ്റെ കാലിലെ കാസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ കാലിന് ഇത്രയും നാൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും വോൾമർ തന്നെ ഫൂൾ ആക്കിയതായിരുന്നു എന്നും ഹീറോ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു പഴയ ക്വാർട്ടേഴ്സ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. രാത്രി അവിടുത്തെ ഗാർഡ്സ് അതിനകത്ത് പോയി വരാറുണ്ട്. സോ ആരും കാണാതെ ഹീറോ അതിനകത്ത് കയറുകയാണ്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലം. അവിടെ ഒരു സീക്രട്ട് ലാബ് ഉണ്ടായിരുന്നു. ഈൽസിനെ കുറിച്ചുള്ള എക്സ്പെരിമെൻസിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെ കാണുന്നു. ഒപ്പം തന്നെ ഹ്യൂമൻ സ്കിൻ കൊണ്ടുള്ള ഒരുപാട് മാസ്കും അവിടെ ഉണ്ടായിരുന്നു. ഹനയുടെ അതേപോലുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ ഹീറോ കാണുന്നു. വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ഉണങ്ങിയ ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. അതിൽ വിക്ടോറിയയുടെ ബോഡിയും ഉണ്ടായിരുന്നു. കെയർടേക്കർ മറ്റൊരു ബോഡി കൊണ്ടുവന്ന് വെള്ളത്തിലിടുന്നു. അപ്പോൾ ഒരുപാട് ഈൽസ് മീൻ വന്ന് ആ ബോഡി കഴിക്കാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം മറിഞ്ഞിരുന്ന ഹീറോ കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അയാൾ ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നത്. അയാളുമായി ഫൈറ്റ് ചെയ്ത് അയാളെ കൊന്ന് ഹീറോ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇതേ സമയം ഹാന പൂളിൽ ഇറങ്ങുന്നു. അവിടെ വെച്ച് അവൾക്ക് ഫസ്റ്റ് പീരിയഡ്സ് ആവാണ്. ബ്ലഡിൻ്റെ സ്മെല്ല് കിട്ടി ഈൽസ് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ അവളെ അറ്റാക്ക് ചെയ്യാതെ അവയെല്ലാം ചേർന്ന് അവളെ ചുറ്റും ഒരു സർക്കിൾ രൂപത്തിൽ മൂവ് ചെയ്യാണ്. ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തു കടന്ന ഹീറോ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നു. അവിടെ വോൾമറും പേഷ്യൻസും എല്ലാവരും ഉണ്ടായിരുന്നു. താൻ കണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ എല്ലാവരുടെയും മുന്നിൽ അവൻ പറയുന്നു. വോൾമർ എല്ലാവരെയും അസുഖക്കാരാക്കി മാറ്റുകയാണ്, നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്ന് അവൻ അലറുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസ് എല്ലാം എഴുന്നേറ്റ് സോംബീസിനെ പോലെ വന്ന്
അവനെ അറ്റാക്ക് ചെയ്യാണ്. ഈൽസ് വാട്ടർ കാരണം അവരെല്ലാം ഇൻഫെക്റ്റഡ് ആയിരുന്നു. കണ്ണു തുറക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഉള്ളത് ഫിൽട്രേഷൻ യൂണിറ്റിലാണ്. തൊട്ടടുത്ത് തന്നെ അവനെ കിടത്തിയ അതേ സെറ്റപ്പിൽ പെംബ്രോക്കും ഉണ്ടായിരുന്നു. വോൾമർ ഹീറോയുടെ അടുത്ത് വന്ന് ഇവിടെ ആക്ച്വലി എന്താണ് നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ്. ഈൽസ് എന്ന ഈ പ്രത്യേക തരം മീനുകൾ സാധാരണ കൂടിപ്പോയ 12 വർഷം മാത്രമേ ജീവിക്കുള്ളൂ. എന്നാൽ സാനിറ്റേറിയത്തിനടിയിലുള്ള അക്വിഫയറിൽ 300 വർഷത്തോളം ജീവിക്കും. എന്നാൽ മനുഷ്യർ ആ വെള്ളം ഡയറക്റ്റ് കുടിക്കുന്നത് ശരീരത്തിന് ടോക്സിക് എഫക്റ്റാണ് ഉണ്ടാകുക. സോ ശരീരത്തേക്ക് ഈൽസ് വാട്ടർ കടത്തിവിട്ട് അതിനെ ഫിൽട്ടർ ചെയ്ത് അവരുടെ വിയർപ്പിലൂടെ ടോക്സിൻ ഫ്രീ എസെൻസ് ഉണ്ടാക്കുക. അത് കുടിച്ചാൽ നമ്മൾ ഒരുപാട് കാലം കൂടുതൽ ജീവിക്കും. വൈറ്റമിൻസ് എന്ന പേരിൽ അവർ കുടിച്ചിരുന്നത് ഇങ്ങനെ മനുഷ്യരെ ഫിൽട്ടർ ചെയ്തുണ്ടാക്കുന്ന എസെൻസ് ആണ്. ഇതേ എക്സ്പെരിമെന്റ്സ് തന്നെയാണ് ബേരോണും ചെയ്തിരുന്നത്. ബേരോൺ വില്ലേജിലെ പെസൻസിന്റെ ശരീരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്തു. വോൾമർ ആരുമില്ലാത്ത റിച്ചായ ഓൾഡ് പീപ്പിൾസിന്റെ ബോഡിയിലും ചെയ്യുന്നു. ശേഷം ഹീറോയുടെ വയറ്റിക്ക് ഈൽസ് വാട്ടർ കടത്തിവിടുന്നു. വോൾമർ ഹനയെ മീറ്റ് ചെയ്യുന്നു. ഒരുപാട് കാലം ഞാൻ നിന്നെ പുറം ലോകത്തു നിന്നും പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പോൾ നീ റെഡിയായി എന്നും പറഞ്ഞ് ഒരു പഴയ ഗൗൺ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാണ്. ഹന്ന ഒറ്റയ്ക്കിരിക്കുന്ന ഹീറോയെ ചെന്ന് കാണാണ്. മറ്റുള്ളവരെ പോലെ തന്നെ അവനും ഈൽസ് വാട്ടറിൽ ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഹീറോ കൊടുത്ത അവന്റെ അമ്മയുടെ ബാലറിന ഡോള് ഹന്ന ഇപ്പോൾ അവന് തിരികെ കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ അവന്റെ മെമ്മറി ട്രിഗറായി വീണ്ടും പഴയ പോലെ തന്നെ ആവുകയാണ്. അന്ന് വോൾമറിന്റെയും ഹന്നയുടെ മാരേജ് വോൾമറിന്റെ സ്റ്റാഫുകളുടെ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് സീക്രട്ടായി നടത്തുന്നു. വോൾമറിന്റെ ഓഫീസ് റൂമിൽ എത്തിയ ഹീറോ ഒരു പഴയ ഫോട്ടോ എടുത്തു പരിശോധിക്കുകയാണ്. അതിൽ മുഖത്ത് ബാൻഡേജ് ചുറ്റിയ ഒരാളും അയാളുടെ കൂടെ ഒരു ചെറിയ പെൺകുട്ടിയും ഉണ്ട്. ഫൈനലി ഹീറോ ആ സത്യം മനസ്സിലാക്കാണ്. ആ ഫോട്ടോയിലെ പെൺകുട്ടി ഹന്ന ആണ്. അവളുടെ കൂടെയുള്ളത് അവളുടെ ഫാദർ ബെറോണും. ഇത്രയും നേരം നമ്മൾ കണ്ട വോൾമർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ബെറോൺ. മനുഷ്യരെ ഫിൽട്ടർ ചെയ്തുണ്ടാക്കുന്ന എസെൻസ് കഴിക്കുന്നത് കാരണം ഇത്രയും കാലം അതേ പ്രായത്തിൽ തന്നെയാണ്. ഇതേ എസെൻസ് കാരണം തന്നെയാണ് ഹന്നയുടെ ഗ്രോത്തും സ്ലോ ആയത്. സ്വന്തം ബ്ലഡ് ലൈനിൽ കുട്ടിക്ക് വേണ്ടി ആദ്യം സിസ്റ്ററിനെ കെട്ടി വില്ലേജസ് തീയിട്ടതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്വന്തം മകളെ മാരേജ് ചെയ്തിരിക്കുന്നു. ഇതേ സമയം വോൾമർ ഹനയെ അവന്റെ രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അതായത് ആ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സിലെ ഒരു പ്രത്യേക തരം സ്ഥലം. ശേഷം അവൾ അവിടെ വെച്ച് കെട്ടിയിട്ട് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഹീറോ അങ്ങോട്ടേക്ക് എത്തുന്നു. ഹന നിന്റെ മകളാണെന്ന് എനിക്കറിയാമെന്ന് ഹീറോ വോൾമറോട് പറയാണ്. ഇത് ഹനയും കേൾക്കുന്നുണ്ട്. സത്യങ്ങളെല്ലാം ഹീറോ മനസ്സിലാക്കി എന്നറിഞ്ഞ വോൾമർ, അതായത് ബേരോൺ, തന്റെ മുഖത്തെ മാസ്ക് പറിച്ചെടുക്കുന്നു. കത്തിക്കരിഞ്ഞ അവന്റെ യഥാർത്ഥ മുഖം അപ്പോഴാണ് കാണുന്നത്. ബേരോൺ ഹീറോയോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഹീറോ അവിടെ തീയിടുന്നു. ബേരോൺ വീണ്ടും തീയിൽപ്പെടുന്നു. ഹീറോ ഹാനയുടെ കെട്ടഴിക്കാണ്. അപ്പോഴേക്കും തീയിൽ നിന്നും രക്ഷപ്പെട്ട ബേരോൺ ഹീറോയെ എടുത്തിട്ടടിക്കാണ്. ഫൈറ്റിനിടെ അവിടെ ഉണ്ടായിരുന്ന പെംബ്രോക്കിന്റെ ഉണങ്ങിയ ഡെഡ് ബോഡി ഹീറോ കാണുന്നുണ്ട്. ബേരോൺ ഹീറോയെ ഈൽസ് വെള്ളത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കാണ്. അപ്പോഴേക്കും ഹാന ഷവൽ കൊണ്ട് ബേരോണിന്റെ തല കടിക്കാണ്. തല പൊളിഞ്ഞ ബേരോൺ ഈൽസ് വാട്ടറിലേക്ക് വീഴുകയും ഈൽസ് ബേരോണിനെ തിന്നാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും വെൽനസ് സെന്റർ മുഴുവൻ തീ പടർന്നിരുന്നു. ഹാനയുടെ സൈക്കിളിൽ ഹീറോയും ഹാനയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പോകുന്ന വഴിക്ക് ഒരു കാറിലിടിച്ച് അവർ വീഴാണ്. ഹീറോയുടെ അടുത്ത് നിന്നും ഒരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ന്യൂയോർക്കിലെ ഓഫീസിൽ നിന്നും അന്വേഷിച്ചു വന്ന ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നു അത്. പെംബ്രോക്കിനെ കുറിച്ച് അവർ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പോയെന്ന് ഹീറോ പറയുന്നു. പെംബ്രോക്ക് മരിച്ചതുകൊണ്ട് ഇനി കമ്പനിയിലെ തട്ടിപ്പെല്ലാം ഹീറോയുടെ തലയിലിടാൻ അവർ തീരുമാനിക്കുകയാണ്. ഹീറോയോട് കാറിൽ കയറി അവരുടെ കൂടെ തിരിച്ച് ന്യൂയോർക്കിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഹീറോ അതിന് തയ്യാറാവാതെ ഹനയെ കൂട്ടി സൈക്കിളിൽ യാത്ര തുടരാണ്. അവസാനം ഹീറോയുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു ഈവിൽ സ്മൈൽ വരുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. ചെന്നുപെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ലാത്ത ആ വെൽനസ് സെന്ററിൽ നിന്നും പുറത്തു കടക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് നമ്മുടെ ഹീറോ. അവന്റെ കൂടെ ഹന്നയെയും അവൻ രക്ഷപ്പെടുത്തി കൊണ്ടിരുന്നുണ്ട്. ഗർഭപാത്രത്തിലെ ഫീറ്റസ് ആയിരിക്കുന്ന ടൈമിൽ അക്വിഫയറിൽ വീണ് അതിൽ നിന്നും സർവൈവ് ആയ വ്യക്തിയാണല്ലോ ഹന്ന. സോ ഹീറോയ്ക്ക് കിട്ടിയിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രൈഡിനെയാണ്. ഇത്രയും കാലം ആത്മാർത്ഥമായി വർക്ക് ചെയ്തിട്ടും ബോർഡ് മെമ്പേഴ്സ് അവനെ ചതിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അതിന് നിന്നു കൊടുക്കാതെ അവിടെ നിന്നും ഹീറോ രക്ഷപ്പെടുന്നു. തന്റെ അച്ഛന് പറ്റിയ തെറ്റ് അവന് സംഭവിക്കുന്നില്ല. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് അവന്റെ മുഖത്ത് അവസാനം ആ ഒരു ഈവിൽ സ്മൈൽ വരുന്നത്.